സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ സൺസ്ക്രീമാണ് കേട്ടോ ആദ്യം ഇടുന്നത്. സൺസ്ക്രീം ഞാൻ ഇപ്പോഴാണ് കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ഞാൻ സൺസ്ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല, വെറും ഒരു പൗഡർ മാത്രമേ കേട്ടോ ഞാൻ ഇടാറ്. ഇപ്പോൾ പിന്നെ സൺസ്ക്രീമൊക്കെ ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. സൺസ്ക്രീം മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു പൗഡർ ഇട്ട് ചെയ്തു. പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല, പൗഡറൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ പിന്നെ ഇടും. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഡാസിലറിൻ്റെ ഒരു പൗഡറാണ്. അത് ഞാൻ പിന്നെ ഇടലുണ്ട്. അത് ഞാൻ പിന്നെ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ ഞാൻ ഇടലുണ്ട്. അത് ചിലപ്പോൾ ഞാൻ അത് മാത്രമായിട്ട് ഞാൻ ഇട്ട് പോകാറുണ്ട് കേട്ടോ പുറത്തൊക്കെ. പിന്നെ ഞാനത് ഐബ്രോക്ക് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഐബ്രോ പിന്നെ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ വരയ്ക്കലാണ് ഞാൻ ചെയ്യാറ്. പിന്നെ അത് ഒരു ബ്രൗൺ കളറിലുള്ളൊരു പൊട്ടുണ്ട്, ആ പൊട്ടാട്ടോ ഞാൻ തൊടുന്നത്. ആ പൊട്ട് അത് ഞാൻ ഫറോക്കിൽ പോയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഞാൻ ലിപ് ബാമാണ് ഇടാൻ പോകുന്നത്. അത് ഞാൻ എൻ്റെ ചേച്ചി കൊണ്ടോട്ടി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യേണ്ടിയിരുന്നു, അപ്പോൾ ചേച്ചീൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അത് കുറേ ആയി ഞാൻ തിരഞ്ഞെടുക്കുന്നത്, അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത്. പിന്നെ അത് ഞാനൊരു കുറി തൊട്ടെടുത്തു. കുറി ഞാൻ എല്ലായിടത്തും ഇവിടെ പോകുമ്പോൾ ആദ്യമൊക്കെ തൊടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനെയൊന്നും കുറിയും തൊടയില്ല കേട്ടോ. ഇപ്പോൾ എപ്പോഴെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇപ്പോൾ കുറിയൊക്കെ തൊടാറുള്ളത്. പിന്നെ അത് ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് ഈർന്ന് റെഡിയാക്കുകയാണ്. മുടി കെട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കെട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇങ്ങനെ വാരി ഒരു ബണ്ണിടലാണ് ചെയ്യാറ്. അതാകുമ്പോൾ എളുപ്പം കഴിഞ്ഞല്ലോ, മുടിമേൽ വല്ലാണ്ട് കളിക്കും വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അതാകുമ്പോൾ പിന്നെ നമുക്കവിടെ നിന്നോളും. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെയാണ് കെട്ടി പോകാറ്, അതുകൊണ്ട് ഇപ്പോൾ ഞാനങ്ങനെ കെട്ടാറില്ല. പിന്നെ അതെനിക്ക് കുറേ ബേബി ഹെയർ ഉണ്ട് കേട്ടോ മുന്നിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ഈർന്ന് റെഡിയാക്കി. പിന്നെ അത് ഈ കമ്മലിട്ടാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. കാരണം കുറേ ഫാൻസി കമ്മലുണ്ട്. ഏട്ടൻ പറയും എനിക്ക് വാങ്ങി തരുന്ന വെറുതെ അണിച്ചിട്ടൂല എന്നാണ് ഏട്ടൻ പറയൽ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇന്നിപ്പോൾ ഞാൻ എന്തായാലും പോവില്ല, അപ്പോൾ ഞാൻ ഫാൻസി കമ്മൽ ഇടാമെന്ന് കരുതിയപ്പോൾ ഞാൻ ഈ കമ്മലാണ് കേട്ടോ ഇട്ടത്. പിന്നെ അത് സിന്ദൂരം തൊടാൻ മറന്നു പോയിന്, അപ്പോൾ അത് ഞാൻ വേഗം സിന്ദൂരം എടുത്തപ്പോൾ ഇതാണ് ഏട്ടൻ വന്നിട്ട്. ഏട്ടൻ അതായത് സുന്ദരക്കുട്ടപ്പനായി മാറ്റി സുന്ദരക്കുട്ടപ്പനായി ഏട്ടൻ വന്നത്. അപ്പോൾ ഞാനെന്തൊക്കെ കാട്ടണമെന്ന് വന്ന് നോക്കുകയാണ്. പിന്നെ അത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വാവനെ ഒരുക്കുക എന്നൊരു പരിപാടിയാണ്. അതാണ് കേട്ടോ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞത്. കാരണം ആൾ നിന്നിരില്ല, അയ്യോ ചീത്ത പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ അതിനൊന്ന് ഒരുക്കിയെടുക്കണം. ഇവിടെ പോവുകയാണെങ്കിലും ആൾ പരിപാടി ഇതാണ് കേട്ടോ. പിന്നെ അതൊരു യുദ്ധത്തിന് ശേഷം അങ്ങനെയൊക്കെ ഒരുക്കി റെഡിയാക്കിയാണ് കൊണ്ടുവന്നിക്കണേ. എന്താ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത ആൾക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്ക് പറഞ്ഞിട്ട് വേഗം പോകുന്നുണ്ട് കേട്ടോ ആൾ. പിന്നെ ഇതാ ഞാനും ചെരുപ്പൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ പോയത് കട്ടൻസിലേക്കാണ് കേട്ടോ. ഫറോക്ക് കട്ടൻസിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. ഞങ്ങൾ എപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും ഞങ്ങൾ മന്തി കഴിക്കാറുണ്ട്. മന്തി ഞങ്ങൾ രാമനാട്ടിൽ നിന്നാണ് അധികം കഴിക്കാറ്. ഇന്നിപ്പോൾ മാറ്റി പിടിക്കാമെന്ന് കരുതി ഞങ്ങൾ കട്ടൻസിൽ നിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതേ പുഴയിൽ നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ആ കാണുന്നതാണ് നമ്മുടെ പഴയ പാൽ കേട്ടോ, ഫറോക്ക് പഴയ പാലാണ്. പിന്നെ അതേ മന്തിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളിനി അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സാധാരണ ഞങ്ങൾ പിരിപിരിയാണ് കേട്ടോ ഓർഡർ ചെയ്യാറുണ്ടായിരുന്നത്. എന്നും പിരിപിരി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് ഞാൻ ഹണി ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഏട്ടനെന്തോ പെപ്പർ അങ്ങനെ എന്തോ എന്നാണ് ഏട്ടൻ ഓർഡർ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് ചാരിത്തിക്ക് വന്നാൽ പിന്നെ വാവയ്ക്കിൻ്റെ പറയണ്ടല്ലോ, മണ്ണിൽ കളിക്കാനുള്ള ഒറ്റ ചിന്തയോടെ കേട്ടോ വാവ ഓടി പോണത്. ഏട്ടനെക്കാളും മുന്നിൽ ഓടണ്ടേ. നല്ല ചിരിയുണ്ട്, കാരണം മണ്ണ് കളിക്കാൻ ആ ഒരു പുഴിയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ വേഗം ചെന്ന് പുഴിയിലൊക്കെ കൈയിട്ട് മാന്തുന്നുണ്ട്. പിന്നെ അതെ ഞങ്ങൾ നോക്കിയപ്പോൾ അത് അവിടെ മഴവില്ല് കാണുന്നുണ്ട്. അത് നോക്കി കുറേ നേരം ഞങ്ങൾ നിന്ന്. പിന്നെ ഞാനതവിടെ തിരിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ വരുമ്പോൾ വാവ ഉറങ്ങിയതുകൊണ്ട് കുറച്ച് വീഡിയോസ് വണ്ടിയിൽ നിന്ന് വരുന്നെടുക്കാൻ കഴിഞ്ഞ്. പിന്നെ ഫറോക്ക് പുതിയ പാലത്തിൻ്റെ അടുത്തെത്തിയപ്പം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളേ. ബൈ.